ഇപ്പം അശ്വതി അമ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവിടുന്ന് കിട്ടിയ നോട്ടനുസരിച്ച് ഇവൾ ഉടമ്പടിയിൽ എനിക്കൊരു വിദേശ ജോലി വേണമെന്ന് എഴുതി വെച്ച്. അവൾക്കറിയത്തില്ലായിരുന്നു പോകാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ആരെ സഹായിക്കും, ആരോട് പറയാം, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പക്ഷേ കൗണ്ടറിൽ നിന്ന് കിട്ടിയപ്പോൾ അവർക്കത് ദൈവം സംസാരിച്ച പോലെ തോന്നിയതുകൊണ്ട് അവർ എഴുതി വെച്ച് എനിക്ക് വിദേശത്ത് പോകണം എന്ന് എഴുതി വെച്ച് അവസാനം ഇവർ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു. അയാൾ ആ പൈസയും കൊണ്ട് പോയി. ഈ ഏജൻസി ക്ലോസ് ആയിപ്പോയി, അടച്ചു പൂട്ടി. അപ്പോൾ പിന്നെ അച്ഛനെ കാണേണ്ട ഒരു വിഷയം വന്നു. ഏജൻസി കാശും കൊണ്ട് പോയില്ല. പിന്നെ അതിന് ഉള്ള കാശും കൊണ്ട് ഏജൻസി പോയി. ആ ഏജൻസി അവരുടെ ഓഫീസും അടച്ച്. അപ്പം അത് നേരെ എതിരുകട വന്ന ആ വിഷയം. അപ്പോൾ പിന്നെ ഇങ്ങനെ പോണ പരിപാടികളെല്ലാം നിർത്തി. ഇനി പോവുകയും വരികയും ചെയ്യേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിന്ന് എന്തെങ്കിലും തേടി തിന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഈ പോയ കാശില്ലേ, ഏജൻസി അടിച്ചു മാറ്റിയ കാശ് ഏജൻസി മുങ്ങിയില്ലേ, ആ കാശ് വീണ്ടെടുക്കാൻ വേണ്ടി ഇവളെ അച്ഛനെ കാണാൻ വേണ്ടി വരും. ആൾക്കാർ വരും. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ല, അങ്ങനെ എന്തുമാത്രം ആൾക്കാർ വരുന്നു. ചിലരോട് ഈശോ അപ്പം തന്നെ സംസാരിക്കും, ചിലരോട് എന്നിലൂടെ സംസാരിക്കത്തില്ല, പോകുന്ന വഴിക്ക് സംസാരിക്കും. അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും, പക്ഷേ എന്തെങ്കിലും നടന്നിരിക്കും ആ വിഷയത്തിൽ, ഒന്നും നടക്കാതില്ല. പിന്നെ ഉടമ്പടി എടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് വരുന്നവരും മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ചൊളിവിൽ അച്ഛനെ കാണാൻ വന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ അതിനകത്ത് ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. രോഗികളെ മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. രോഗികൾക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ രോഗികളല്ലാത്തവർ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരരുത്. ദാറ്റ്സ് നോൺസെൻസ്. രോഗികളെ കൊണ്ട് ഞാൻ കാണുന്നതിൻ്റെ കാര്യം അവർക്ക് എടുക്കാൻ ആവതില്ല, അതുകൊണ്ടാണ് പറ്റത്തില്ല. അപ്പോൾ അവർ വൈഫ് എടുത്താലും ഹസ്ബൻഡ് എടുത്താലും ഇപ്പം അമ്മയാണ് എടുത്തിരിക്കുന്നത് മകന് വേണ്ടി. മകൻ രോഗിയാണ്, കിടപ്പ് രോഗിയായിരിക്കണം കേട്ടോ, അല്ലാതെ കർത്താവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന രോഗമല്ല. ചിലർക്ക് കർത്താവിനെ കാണുമ്പോൾ രോഗം ഉണ്ടാവും. അവരിതുപോലെയുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്കൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അച്ഛന് വേണ്ട തലയെ കൈപ്പിടിച്ചു പിടിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ ഉടമ്പടിയും കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഫ്രോഡ് ആൾക്കാരെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും അവൻ്റെ കാര്യം ക്ലോസ് ചെയ്യാൻ പറയും. അതെപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ കിടന്ന് അലറുകയൊന്നുമില്ല, പക്ഷെ സംഭവം ക്ലോസ് ആയിരിക്കും. കാര്യം ദൈവത്തെ അവനെ അംഗീകരിക്കണത് പോരായ്മയായിട്ട്, ദൈവത്തെ അമ്മയുടെ ആ ഒരു യോഗ്യതയിൽ ദൈവത്തെ ടെസ്റ്റ് അവൻ ചെയ്യണത്. അല്ലെങ്കിൽ അവന് വിശുദ്ധമായ സ്ഥലം, ജനലക്ഷങ്ങൾ രക്ഷപ്പെട്ട സ്ഥലമല്ലേ, അവിടെ വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ ദൈവം തന്നെ അവനോട് പറയും നീ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് വരാൻ പറയും. ചില ആൾക്കാർ ഈ അച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് രാവിലെ എന്നെ കാണുന്നത് പറയുമ്പോൾ അച്ഛനല്ലേ എന്ന് ഓർത്തുകൊണ്ട് പ്രീസ്റ്റല്ലേ, അപ്പോൾ നമ്മളൊരു ബഹുമാനമൊക്കെ വേണമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ അകത്തോട്ട് വരാൻ അനുവദിക്കും. പക്ഷെ വന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞ എന്താ, ആരെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊന്ന് കാണണം, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉടമ്പടി ഉള്ളത്, അവർക്ക് ഉടമ്പടിക്കാൻ കഴിയുകയില്ല. അപ്പം അച്ഛനെ കാണിച്ചിട്ട് ചൊളിവിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പോയി. അങ്ങനെയൊക്കെ ഒരച്ഛന്മാരും വരരുത്, ആർക്ക് വേണ്ടിയും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യരുത്. ദൈവദൃഷ്ടിയിൽ ഉടമ്പടിക്കൊരു ദൈവികമായ ലക്ഷ്യമുണ്ട്. അല്ലാതെ ആ പ്രോസസ്സിങ് ചെയ്യാതെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് നമ്മൾ ദൈവദൃശ്യനും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് അച്ചിട്ട പോലെ ആൾക്കാർ ജീവിക്കണത്. അതുകൊണ്ട് ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടണത്. അത് കണ്ടുകൊണ്ട് പുറം വാതിലൂടെ അച്ഛന്മാരെയും വേറെ ആൾക്കാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് പ്രയോജനമില്ല. ഞാനാണെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും ഞാൻ മുഖത്ത് നോക്കി അപ്പം തന്നെ കാര്യം പറയും. അത് പുറംവാതിലൂടെ വരുന്ന ആൾ അച്ഛൻ ശ്രദ്ധിക്കണം, അച്ഛനെ കരുവാക്കണവരെന്ന് പറയും.
കാര്യം അങ്ങനെ ഞാൻ ഒരു പേഴ്സണലായിട്ട് റിലേഷൻ ആരുമായിട്ടും കീപ്പ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് ആരുടെയെങ്കിലും കൂട്ട് നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം, നമ്മളൊരു നിശ്ചിതമായ രീതിയിൽ സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യണതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും പണം ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അതൊന്നും തടസ്സമല്ല. അതെല്ലാം ശുശ്രൂഷകളുടെ വഴികളിൽ പോലെ തന്നെ. അതുകൊണ്ടാണ് ആർക്കും പ്രൈവറ്റായിട്ട് ആരെയും ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അകത്ത് വരരുതെന്നൊരു കാര്യം. കുറച്ച് ചെറുക്ക് കാശുണ്ടാവും, എന്നാൽ കുറച്ച് കാശ് കൊടുത്തിട്ട് അച്ഛനെ കണ്ടേക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. എൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെയും കുർബാനപ്പണം പോലും ഇവിടെ ഒന്നും മേടിക്കണില്ല. ഇവിടുന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, ഇവിടുത്തില്ലല്ല. ഞാൻ തന്നെയും കുർബാനയ്ക്ക് പണം മേടിക്കണില്ല. എനിക്ക് നേരത്തെ ഉള്ള കുറച്ച് എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് വരുമാനം സൂക്ഷിച്ചിട്ടുണ്ട്. അത് വെച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് 5 പൈസ മേടിക്കത്തില്ല കൃപാസനത്തിൽ നിന്ന്. നിങ്ങളങ്ങനെ ധരിക്കരുത്. ഞാനിവിടുത്തെ കൃപാസന ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് ഉള്ള കാര്യം നിലപാടുകളാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ആ നിലപാടിൽ നമുക്കെന്താ പ്രാധാന്യം? ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് സേവ്ഡ്. റിസീവ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നീ ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് തയ്യാറായെങ്കിട്ടുണ്ടെങ്കിൽ നീ ആ കാര്യങ്ങളിൽ വളരാൻ നോക്കണം ഓരോ ദിവസവും. കർത്താവിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയണത് ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായില്ല? അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ നാദാനിയലൊക്കെ സൈഡ് ലൈൻ ചെയ്തതിൻ്റെ കാരണം അതാണ്. അതിലൊരു കാര്യമാണ്, ഈ കാപഠ്യമില്ലാത്ത നല്ല മനുഷ്യനെ എന്തുകൊണ്ട് ശിഷ്യനാക്കിയില്ല? അയാൾ നല്ല മനുഷ്യനാണെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അത് ആ യോഗ്യത പോരാ. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകരുതെന്ന് പറയും. ഇപ്പം ലൂക്കാൻ്റെ സുവിശേഷമില്ല, ലൂക്കാൻ്റെ സുവിശേഷം എടുത്ത് 9:23 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 9:23. ലൂക്ക 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ചടുത്തി പറ. സ്വയം വൃത്തിയാകും. പിന്നെ പറഞ്ഞോളൂ. അനുദിനം. ദാറ്റ് ഈസ് അതാ അനുദിനം. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വൺസ് ഇൻ ഫോർട്ട്നൈറ്റ് അല്ല, നടക്കത്തില്ല വർക്കൗട്ട്. ഇത് വളരെ സീരിയസാണ്. ഈ കുരിശെന്ന് പറഞ്ഞ സാധനം ഇന്നെടുത്ത് പിന്നെ അടുത്ത ആഴ്ച എടുക്കണമല്ല. ആ അനുദിനം എന്നുള്ള വാക്കാണ് പ്രശ്നം. ഇതിലൊന്നും ഈ നാദാനിയേൽ ഇതൊന്നും പറ്റത്തില്ല. അയാൾ സിംപ്ലിഫിക്കേഷൻ അലക്കി തേച്ച അയാൾ ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആദ്യം ഡെയിലി ക്രോസ് ഉണ്ടാകണം. ഈ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള സംഭവമാണ്. അന്നു വേണ്ട ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അന്നു വേണ്ട കുരിശ്. ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചങ്കിനൊരു വേദന ഒരു ആധ്യാത്മിക മുദ്ര പോലെയാണ്. ഏതെങ്കിലും ഒരു ദിവസം അല്ല ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തം എന്തിനെങ്കിലും കുറിച്ച് ആരെങ്കിലും തന്ന വിഷയത്തിനെക്കുറിച്ച് ഒരു വേദന മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന്. പിന്നെ നമ്മൾ റിലീവ്ഡായി. മനസ്സിലായില്ലേ? നമ്മളെ റിലീവ്ഡ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കുക. അല്ലെങ്കിൽ അത് തന്നെ തലയെ കൊണ്ട് നടന്ന് തലഭാരമേറ്റി നടക്കണമല്ല. എൻ്റെ പേര് ക്ലെയർ. ഞാൻ എറണാകുളം മൂലമ്പള്ളി സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 9, 2022
അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയാനായിട്ട്, ഞാൻ 12th പഠിക്കുന്ന സമയത്ത് പൊതുവേ എനിക്ക് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഒരു പേടിയാണ്. അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും പേടി കൊണ്ടിട്ട് ഞാൻ എക്സാംസൊക്കെ എല്ലാം ലേറ്റായിട്ട് എഴുതും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറക്കും. ഇങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ 12th ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോണത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ആ ടൈമിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു, 2ാം ശനിയാഴ്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ എൻ്റെ ഡാഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. എക്സാംസിനൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെന്തിനയിൽ കാശ് രൂപം ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് എനിക്കൊരു ധൈര്യമായിരുന്നു. കാരണം എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് ഈ എക്സാംസ് ഒന്ന് എഴുതി തീർക്കാൻ പറ്റണേ മാതാവേ എന്നായിരുന്നു. കാരണം ഈ ടൈം പോകുന്നതനുസരിച്ച് എനിക്ക് ടെൻഷൻ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടി കാശ് രൂപം പിടിച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നേച്ചാൽ. പക്ഷേ എനിക്കതെന്തോ ഒരു നല്ലൊരു ധൈര്യം എനിക്ക് പകർന്നു. എനിക്ക് പെട്ടെന്ന് എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി തീർക്കാൻ പറ്റി. എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുവരെ അക്കൗണ്ടൻസിക്ക് ആ ടൈമിൽ ഞാൻ ക്ലാസ്സിൽ ഇതുവരെ പാസ്സാവാത്ത എനിക്ക് 94% അക്കൗണ്ടൻസി പാസ്സാവാൻ പറ്റി. പിന്നെ അതുകൂടാതെ എല്ലാ കോഴ്സിനും എനിക്ക് എല്ലാ സബ്ജക്ട്സിനും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. 83% എനിക്ക് 12th പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി, അത് അപ്പോൾ ഉടമ്പടിക്ക് മുമ്പുള്ള അനുഭവമാണ്. ഉടമ്പടി എടുത്തത് ഞാൻ October 9, 2022. അത് ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്തു. ഞാനപ്പോൾ CBSEയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, IELTS എന്നൊക്കെ പറയണത് ജസ്റ്റ് ഒന്ന് എനിക്കൊക്കെ 12th ഉണ്ടായ കോഴ്സൊക്കെ പോലെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഇതിൽ ഞാൻ പോയി അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാനത് ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വന്ന് ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ഡേറ്റ് എടുത്തായിരുന്നു. അപ്പോഴേക്കും നോർമൽ ആദ്യത്തെ ഉടമ്പടിയാണല്ലോ. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു പോയി. ആ ടൈമിലായിരുന്നു എക്സാംസ് വന്നു, അറ്റംപ്റ്റ് ചെയ്തു. ആദ്യത്തെ ഇൻവിജിലേറ്റേഴ്സ് തന്നെയായിരുന്നു സ്പീക്കിംഗ് ചെയ്ത് ഇൻവിജിലേറ്റ് ചെയ്ത് അവർ തന്നെയായിരുന്നു എനിക്ക് സെക്കൻഡ് ടൈമിലും. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അറ്റംപ്റ്റ് ചെയ്തു. അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. തലേ ദിവസം തന്നെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കരച്ചിലും ഭയങ്കര ഒരു പ്രയാസം മനസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു അനുഭവമായിരിക്കും, എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ പോയി എഴുതി. ഇതേപോലെ എനിക്ക് റീഡിങ് നല്ല പാടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിലും റീഡിങ് തന്നെ പാടായിരുന്നു. ബാക്കിയെല്ലാം മര്യാദക്ക് നോക്കാഞ്ഞുകൊണ്ട് അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയി. 2ാമത്തെ അറ്റംപ്റ്റിലും ഞാൻ പഠിച്ചു, പക്ഷേ റീഡിങ് എനിക്ക് പാടായതുകൊണ്ട് ഞാൻ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ അതും എനിക്ക് റീഡിങ്ങിൽ പോയി, ഞാനത് ഫെയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ കേട്ടായിരുന്നു, ഇങ്ങനെ പറയുന്നത് ഈ ചവിട്ട് നാടകം കളിക്കുന്ന ആൾക്കാർ ആദ്യം ഇങ്ങനെ ചവിട്ടി നോക്കും സ്റ്റേജ് ഉറപ്പുണ്ടോ എന്ന്. അപ്പോൾ മാതാവിൻ്റെ ഓരോ നമുക്ക് ഇങ്ങനെ ഓരോ ഇത് വരും, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും നമുക്ക് അത്രയും സ്ട്രോങ് ആണോ നമ്മളുടെ വിശ്വാസം എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ഇത്രയും നാൾക്ക്, എനിക്കിപ്പോൾ 24 വയസ്സായി, ഞാൻ ഇത്രയും നാളും ഞാൻ മാതാവിനെയോ ഈശോനെയോ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തിലും. എനിക്കെന്ത് കിട്ടിയില്ലെങ്കിലും ഞാനത് നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ 3ാമത്തെ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ 3ാമത്തെ ടെസ്റ്റ് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നല്ല വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ടെസ്റ്റ് ഡേറ്റ് എടുത്തത്. അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനും 12 മണി സമയത്ത് അഖണ്ഡ ജപമാലയും വെളുപ്പിന് 3 മണിക്ക് കുരിശിൻ്റെ വഴി ചെല്ലുകയും അങ്ങനെയൊക്കെ ഞാൻ ഇതിനു വേണ്ടി മാത്രം ഞാൻ സമയം കണ്ടെത്താൻ തുടങ്ങി. ആ സമയത്ത് പ്രേക്ഷിത വേല എന്ന് പറയുമ്പോഴേക്കും ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ പള്ളിയിൽ പേപ്പർ കൊടുത്തായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്ത് തേർഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് സ്പീക്കിംഗ് ടെസ്റ്റ് ഡേറ്റിൻ്റെ സമയത്ത് എനിക്ക് രാവിലെ വെളുപ്പിനായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു പനി, മേലൊക്കെ വിറവൽ പോലെ, എന്നിട്ട് എനിക്ക് ഭയങ്കര ചുമയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നല്ല ഹൈ ഫീവറായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ എനിക്ക് ഇന്ന് ടെസ്റ്റ് ഡേറ്റ് മാറ്റിയെടുക്കണം, അതിന് 2000 രൂപ 4000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഇല്ല, എനിക്ക് മാതാവ് ചിലപ്പോൾ ഇതും എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണേയിരിക്കും. ഞാനപ്പോൾ ഓയിൽ എടുത്ത് തൊണ്ടയിൽ പരട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, സ്പീക്കിംഗ് കഴിയണ വരെയെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവല്ലേ, കാരണം അല്ലെങ്കിൽ അത് അവരൊരു ഡീമെറിറ്റായിട്ട് കൺസിഡർ ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് 2 പ്രാവശ്യം വന്ന ഒരു വചനം എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു വചനം കിട്ടി. എൻ്റെ അനിയത്തി ഇതെടുത്തപ്പോഴേക്കും വെറുതെ അവളെടുത്തതാ, അപ്പോൾ എൻ്റെ കാര്യം പ്രാർത്ഥിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അവൾക്ക് ഇത് കിട്ടി. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ വചനം കിട്ടിയെന്ന്. എനിക്കൊരു റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയി. എനിക്ക് നല്ല രീതിക്ക് 3ാമത്തെ അറ്റംപ്റ്റിലും സെയിം ഇൻവിജിലേറ്റർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റോടെ ചെയ്യാൻ പറ്റി. പിന്നെ റൈറ്റിങ് ലിസണിങ് എന്ന് പറയുമ്പോഴേക്കും റൈറ്റിങ് എനിക്ക് പറ്റും, പക്ഷേ ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യലാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയും അമ്മ മാതാവ് എൻ്റെ കൂടെ വരണം ആ എക്സാം ഹാളിൽ. ഈശോയുടെ അമ്മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കയറുന്നുണ്ടെങ്കിൽ ഈശോ എൻ്റെ അമ്മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ എന്നുള്ളൊരു മനസ്സിലൊരു ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ പോയത്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാനപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ച് എഴുതിയത് കൊണ്ടിട്ട് മോതിരത്തിൽ ഞാൻ കാശ് രൂപം ഇട്ടിട്ട് കെട്ടി വെച്ചിട്ടാണ് ഞാൻ എഴുതാറ്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എനിക്കൊരു സ്പീഡ് കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഞാൻ എക്സാമൊക്കെ അറ്റംപ്റ്റ് ചെയ്ത്. പക്ഷേ ഇത് എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കെന്തോ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, ലൈക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി, എനിക്ക് എക്സാം ഞാൻ പാസ്സാവും, എന്തോ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ റീഡിംഗ് ഒക്കെ ഞാൻ എവിടേക്കോ നോക്കിയ ഒരു ഭാഗമൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരണം. ഈ 2 ആഴ്ച ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 12 മണിക്ക് അഖണ്ഡ ജപമാല, കുരിശിൻ്റെ വഴി അങ്ങനെയൊക്കെ ചെല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഫോൺ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചായിരുന്നു ആ 2 ആഴ്ച. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ത്യാഗപ്രവൃത്തി എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു, അച്ഛൻ്റെ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന എൻ്റെ തലേ ദിവസം ഒരു സാക്ഷ്യത്തിൽ പറയണ്ടായിരുന്നു. ആ ഒരു ചേച്ചി മോളുടെ എക്സാമിന് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടേണ്ട ടൈം എന്തോ ആ ടൈമിലായപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസം ഞാൻ കണ്ടിന്യൂസ് ബൈബിൾ വായിച്ച് വെളുപ്പിന് ഒരു 3 മണിയായപ്പോഴേക്കും ഞാൻ കുരിശിൻ്റെ വഴി എത്തിച്ച്. അത് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂസ് ബൈബിള് വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് എനിക്ക് ഉറക്കം വന്നു ഒരു 5 മണിയൊക്കെ അപ്പോഴേക്കും ഞാൻ പോയി. എന്നിട്ട് 5:30 തന്നെ ഞാൻ ഞെട്ടി എണീറ്റ്. കാരണം 5:30 പ്രഭാത പ്രാർത്ഥന ചെല്ലണമല്ലോ. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നായിരുന്നു. പള്ളിയിൽ പോകേണ്ട ടൈമായിരുന്നു. പക്ഷേ എനിക്ക് പള്ളിയിൽ അന്ന് പോയത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മെസ്സേജ് വന്നു. ഞാൻ നോക്കിയപ്പോൾ അതെന്തോ വോഡാഫോണിൻ്റെ മെസ്സേജ് ആയിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി, ലൈക്ക് ഡീപ്പ് സ്ലീപ്പായിപ്പോയി. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണുന്നതാണ്. എനിക്കൊരു മെസ്സേജ് വന്നു. എന്നിട്ട് ആ മെസ്സേജ് എടുക്കുമ്പോഴേക്കും ഞാൻ കാണുന്നത് എൻ്റെ IELTS ടെസ്റ്റ് റിസൾട്ടാണ്. അത് 8776 ആണ് എൻ്റെ സ്കോർ വന്നേക്കണം. അപ്പോൾ ഞാൻ ഇത് വീട്ടിലൊക്കെ പറഞ്ഞ് സന്തോഷിക്കില്ല, ഇതാണ് എൻ്റെ സ്വപ്നം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു. അപ്പം ഞെട്ടി എണീറ്റപ്പോൾ എൻ്റെ മമ്മി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ റിസൾട്ട് കിട്ടിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, അയ്യോ സ്വപ്നമായിരുന്നല്ലേ എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, എന്താ സ്വപ്നത്തിൽ കണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയില്ല, റിസൾട്ട് വരട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റിസൾട്ട് വന്നു.
അപ്പോഴേക്കും ലൈക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ട സെയിം റിസൾട്ട് 8776. അപ്പോൾ എനിക്കൊക്കെ ആകെ ഒരു രോമാഞ്ചം വന്ന പോലെയായിരുന്നു. ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നന്ദി പറഞ്ഞു. ആ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ ചോദിച്ചു. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടേ സാക്ഷ്യം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു, ലോൺ പ്രോസസ്സിങ്ങും പിന്നെ ബാക്കിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടും, IELTS കിട്ടാനാണല്ലോ എല്ലാവർക്കും പാട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണുണ്ട്, പക്ഷേ അത്ര തീവ്രത കുറച്ച് കുറഞ്ഞു. അങ്ങനെ ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു 2-3 മാസം കഴിഞ്ഞിട്ട്. എന്നിട്ട് എന്നേലും കഴിഞ്ഞ അപ്ലൈ ചെയ്തവർക്ക് വരെ വിസ കിട്ടി. അപ്പം ഞാൻ ന്യൂസിലൻഡിലേക്കാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ ആദ്യം അവർ അപ്ലൈ ചെയ്തപ്പോഴേക്കും ആദ്യം ആ മിഷേൽ ഫെഗൻ എന്നാണ് ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ പേര്. അപ്പോൾ ആ സ്റ്റാഫ് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു. ലൈക്ക് ആ മെയിൽ തിരിച്ച് അയച്ചിട്ട് പറഞ്ഞു വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പിലാണ് ഇവർ ഈ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം അയക്കും പിന്നെ റിപ്ലൈ തരും, ഒരെണ്ണം അയക്കും പിന്നെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയച്ചപ്പോഴേക്കും ഇവർ ഈ പറഞ്ഞ പോലെ CAയുടെ സൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാഡിയുടെ ബിസിനസ്സാണ് കൊടുത്തേക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും CAയുടെ വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. ന്യൂസിലൻഡിലെ പ്രോസസ്സിങ് കുറച്ച് പാടാണ്. അപ്പോൾ CA ഇവിടെ ആ ടേൺ ഓവർ അനുസരിച്ചൊരു CAയുടെ സൈൻ വേണ്ട. പക്ഷെ എന്നാലും ഇവർ ചോദിച്ചല്ലേന്ന് വിചാരിച്ച് CAനെ കിട്ടാനായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ സാറിൻ്റെ ഫ്രണ്ട് ഫ്രീ ആയിട്ട് CAയുടെ സൈൻ, പുള്ളി CA ആണ്, അപ്പോൾ CAയുടെ സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര തടസ്സം. ഒരു 2-3 മാസമായിട്ട് ലോണൊക്കെ എല്ലാം 2-3 ആഴ്ചയ്ക്ക് അപ്രൂവായി, എല്ലാ കാര്യങ്ങളും പെട്ടെന്നായി. പക്ഷേ വിസക്ക് മാത്രം ഭയങ്കര തടസ്സം. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ജൂലൈ 18-നാണ് സ്റ്റാർട്ട് ചെയ്യണ ക്ലാസ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ജൂലൈ 16-ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാമെന്ന് അമ്മനോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് അമ്മ ഒന്ന് സഹായിക്കണം എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവ് ഇത് ഞാൻ ഏൽപ്പിച്ച് മിഷേൽ ഫെഗനെയും ഈ ഞാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പോണ ഡോക്യുമെൻറ്റ്സിനും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കണേണ്. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ വരണം, ആ മിഷേൽ ഫെഗൻ്റെ അടുത്തും പോകണം, അമ്മ സഞ്ചാരി മാതാവായി ചെല്ലണം. എന്നിട്ട് എനിക്ക് നാളെ തന്നെ ഈ വിസ അപ്രൂവ് ചെയ്ത് തരണം. പക്ഷേ എനിക്ക് അതിലൊരു പ്രതീക്ഷയില്ല. കാരണം ഈ സ്റ്റാഫാണെങ്കിൽ ലൈക്ക് എപ്പോഴും കറക്റ്റായിട്ടല്ല റിപ്ലൈ തരുന്നത് തന്നെ, ചിലപ്പോൾ ഒരു വീക്കൊക്കെ എടുക്കും. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് വിസ അപ്രൂവായി കിട്ടി. അതും ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഇതൊന്നും എൻ്റെ കഴിവാലയല്ലേ നേടിയതല്ല ഞാൻ. അപ്പോൾ ആ ദിവസം വന്നപ്പോൾ ലേറ്റായി കുറച്ച്, അപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു പോയി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് മന്ത് ഞാൻ വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ഞാൻ ഉടമ്പടി പുതുക്കാഞ്ഞത് കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നു. അത് കൂടാണ്ട് എൻ്റെ കോഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MCOM ആണ് എടുത്തത്. ഈ MCOM എടുത്തപ്പോഴേക്കും അത് റിസർച്ച് തീസിസ് ബേസ്ഡ് ആയിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു ഒരു സ്റ്റുഡൻറ്റ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്താ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെയുള്ള സൂപ്പർവൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 20-25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർവൈസേഴ്സാണ്. അപ്പം ഞാൻ ഓരോരോ ചെറിയ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത്രയും ഇതില്ലാണ്ടാണോ ഈ കുട്ടി വന്നേക്കണമെന്നുള്ള. കാരണം എനിക്ക് ആ ഒരു ബേസില്ല, ഞാൻ കൂടുതലും പ്രാക്ടിക്കലാണ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ലോ മാർക്സ് ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ബാക്കിയുള്ള കോഴ്സ് ജയിച്ചു. പക്ഷേ തീസിസ് ഒട്ടും എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. എനിക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല ഞാൻ കൊടുത്തേക്കണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. എന്നോട് പറഞ്ഞു ക്ലെയർ ഇത് മാറ്റി വേറെ കോഴ്സ് നോക്ക്, കാരണം ക്ലെയറിൻ്റെ പ്രാക്ടിക്കൽ അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് വേറെ ക്ലെയറിൻ്റെ പ്രാക്ടിക്കലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ അതിന് ഞാൻ എക്സ്ട്രാ ഒരു 10 lakhs കൂടി വേറെ അടക്കണം. പിന്നെ അതുമല്ല വിസ പ്രോസസ്സിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ അമ്മനോട് പ്രത്യേകം ലൈക്ക്
ഇരുന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മാതാവ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവാണെങ്കിൽ എനിക്ക് ഈ ഒരു കടമയും കൂടി കടക്കാൻ എൻ്റെ അമ്മ മാതാവ് സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് വീട്ടിലിത് പറയാൻ പറ്റില്ല, കാരണം അവരും പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ മാതാവ് ഈശോയെ എന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ അമ്മ മാതാവ് ഈശോയും തന്നെ ഇത് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കും എന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടത്, ഒരു കപ്പ് ഓഫ് കോഫിയിൽ മാതാവിൻ്റെ കാശിരൂപം. അപ്പോൾ ഈ കോഫി കുടിക്കണത് എൻ്റെ മാഡമാണ്, എൻ്റെ മെയിൻ സൂപ്പർവൈസറാണ് ഇത് കുടിക്കണത്. അപ്പോൾ കോഫി അല്ലെങ്കിൽ മിൽക്ക പുള്ളിക്കാരി എപ്പോഴും കുടിക്കുന്ന. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് കോഫിയിൽ കാശ് രൂപ ഞാൻ കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഞാൻ മാഡത്തിനെ ആയിരിക്കും ചിലപ്പോൾ കണ്ടെന്നാൽ മാഡത്തിനോട് പോയി സംസാരിക്കുക. അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് അവരോട് പറഞ്ഞാൽ അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഞാൻ അവിടെ ചെന്ന് മാഡത്തിനോട് കരഞ്ഞ് ഞാൻ ഫ്രണ്ടിനോട് സംസാരിച്ച്, അങ്ങനെ ഫ്രണ്ട് എന്നോടും കൂടി പറഞ്ഞിട്ട് ഞാൻ പോയി മാഡത്തിനോട് സംസാരിച്ച്. ഞാൻ പറഞ്ഞു, മാഡം എനിക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല, കോഴ്സ് എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ പാസ്സായിക്കോളാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈമിൽ പാസ്സായിക്കോളാം. കാരണം ഇത് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അവർ ജസ്റ്റ് നോക്കണം, അതിന് മാർക്കിംഗ് ഇല്ല, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു നോക്കണേണ് അവർ. അപ്പോൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അവർ പ്രതീക്ഷ അത്ര ഇതില്ല. അപ്പം ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ടൈം എന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല എനിക്കൊന്ന് സാറിനോട് സംസാരിക്കണം. സാറ് പറഞ്ഞു, ഇല്ല ക്ലെയറിനെ കൊണ്ട് ഇത് പറ്റൂല, ഒട്ടും കഴിയൂല, കാരണം ക്ലെയർ ആ ഒരു ഇതെത്തിയിട്ടില്ല എന്നുള്ളതെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം, എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും എന്നെ, കാരണം ഞാൻ ഒറ്റ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ വേറെ ആരും എനിക്ക് ഹെൽപ്പിന് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സെമസ്റ്ററിൽ തന്നെ ഒരു പുതിയ മാഡം അവിടെ വന്ന്. യൂഷ്വലി 2 സൂപ്പർവൈസേഴ്സാണ് ഒരു സ്റ്റുഡൻറ്റിനുള്ളത് മിനിമം. മോർ ദാൻ 2 എടുക്കാം, പക്ഷേ മിക്കവർക്കും 2 ആണ്. അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ മാഡം എനിക്ക് എൻ്റെ സൂപ്പർവൈസർ ഒരു 3ാമത്തെ ഒരു സൂപ്പർവൈസറിനെ തന്നു. ആ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാഡമായിരുന്നു. എനിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ ഇതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എനിക്ക് കുറേ എക്സാമ്പിൾസ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ പുള്ളിക്കാരി എനിക്ക് കുറച്ച് ഗൈഡൻസ് തന്നു, ഇങ്ങനെയാണ്. എനിക്കൊരു ഗൈഡൻസിൻ്റെ കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ഗൈഡൻസ് തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഈ തീസിസ് ഞാൻ ഫുള്ളി സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്കറിയാമല്ലോ എൻ്റെ സൂപ്പർവൈസേഴ്സ് എന്നെക്കുറിച്ച് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ എൻ്റെ ലാസ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്തത്. എന്തോ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനെ സഹായിക്കുമെന്ന്. കാരണം ഞാൻ കൈവച്ചാണ് കൂടുതലും തീസിസ് എഴുതണത്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യൽ കുറവാണ്, കാരണം തിങ്കിങ് കൂടുതൽ കൈവച്ച് എഴുതുമ്പോഴോ. അങ്ങനെ ഒരു എൻഡ് കിട്ടാണ്ടാവുമ്പോഴും അല്ലാതെ എപ്പം ഞാൻ തീസിസ് എഴുതാൻ തുടങ്ങിയാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കൂടെ ഈശോയെ മതം വന്ന് എൻ്റെ കൈ പിടിച്ച് എഴുതിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൺക്ലൂഷൻ കിട്ടണല്ലോ തീസിസിൽ. ചെയ്ത് കഴിയും, പിന്നെ ബാക്ക് ടു ആദ്യത്തേലോട്ട് ഞാൻ പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീസിസ് കൺക്ലൂഷൻ കിട്ടണില്ല. അപ്പം ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നൊരു മനസ്സിലൊരു ഞാൻ എഴുതി അങ്ങനെ പോകും ഒരു കൺക്ലൂഷനിലേക്ക്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവർ വേറൊരു ഇത് തന്ന പ്രശ്നം, ഒരു പ്രലോഭനം വന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫെബ്രുവരിയിലാണ് എൻ്റെ വിസ അവസാനിക്കണത്. അപ്പോൾ തീസിസ് ആയതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനേക്ക് അവർ കറക്റ്റ് ചെയ്ത് തരണം, നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് കറക്റ്റ് ചെയ്ത് തരണമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മാഡത്തിനോട് പറഞ്ഞായിരുന്നു ജാനുവരി എൻഡോടെ എനിക്ക് കിട്ടിയാലേ എനിക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇവർ പറഞ്ഞു അവർക്ക് വേറെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് ഫെബ്രുവരി എൻഡോടെ ക്ലെയറിന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ അപ്പോഴും മാതാവിനെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇത്രയും വരെയൊക്കെ എത്തിച്ചില്ലേ, അപ്പോൾ ഇനി ബാക്കി എന്നെ സഹായിക്കും എന്നൊക്കെ ഒരു വിശ്വാസം എനിക്ക്, മനോധൈര്യം എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ പക്ഷേ ഇങ്ങനെ പറഞ്ഞ സൂപ്പർവൈസേഴ്സ് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ മാഡം സംസാരിച്ചിട്ട് ഇവർ പറഞ്ഞ ഡേറ്റിനേലും മുമ്പ് അവർ തന്നു. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ എനിക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടുന്ന ട്യൂസ്ഡേസാണ്. ഫസ്റ്റ് ജോലി കിട്ടിയ ട്യൂസ്ഡേ, സെക്കൻഡ് ജോലി കിട്ടിയതും ട്യൂസ്ഡേ, പിന്നെ ഓരോരോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണ എല്ലാം ട്യൂസ്ഡേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ ജാനുവരി എൻഡിൻ്റെ എൻ്റെ ആവാറായ ട്യൂസ്ഡേന് മുമ്പുള്ള ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് വീക്കാണ് ലാസ്റ്റ് വീക്ക് ജാനുവരിയുടെ. അതിൻ്റെ ഈ ട്യൂസ്ഡേ എനിക്ക് റിസൾട്ട് തരണം മാതാവേ. കാരണം എനിക്ക് പ്രതീക്ഷയില്ല, ഇവർ തരൂല എന്ന് പറഞ്ഞ ആൾക്കാരാ. മാഡത്തിനോട് ചോദിച്ചപ്പോൾ ഇവർ തരും എന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് തരൂല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് പ്രാർത്ഥന എന്നെ ഒരു ബലമുണ്ടായതാണ്. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അനുഗ്രഹം, ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ ജാനുവരിയുടെ ലാസ്റ്റ് വീക്ക് ട്യൂസ്ഡേ എനിക്ക് ഇവർ ഗ്രേഡ് എനിക്ക് അവർ പാസ്സായി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ അയച്ചു. ആൻഡ് എനിക്ക് ഒട്ടും പാസ്സാവില്ല എന്ന് പറഞ്ഞ് എനിക്ക് B+ഓടെ തീസിസ് പാസ്സാവാൻ എൻ്റെ മാതാവ് സഹായിച്ചു. ഇതൊന്നും എൻ്റെ കഴിവാലയല്ല, ഈശോയും അമ്മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഡൊണേഷനൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ കൊടുക്കാറുണ്ട്. അതല്ലാതെ പ്രേക്ഷിത വേല ചെയ്യാറുണ്ട്. പിന്നെ ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് മാതാവിന് 1000 കോടി നന്ദി.